وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. قل إنما أدعو ربي ولا أشرك به أحدا. قل إني لا أملك لكم ضرا ولا رشدا. قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നാണ് നാം പഠിക്കുന്നത്. അതിലെ 17 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇന്നത്തെ ക്ലാസ്സിൽ 18 മുതൽ 23 വരെയുള്ള 5 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിലേക്ക് മാത്രം നിയോഗിതനല്ലെന്നും ജിന്നുകളിലേക്കും പ്രബോധനം നടത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോൾ ആ ജിന്നുകൾ അവരുടെ കൂട്ടുകാരായ അവരുടെ സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട വിശുദ്ധ ഖുർആനിന്റെ കാര്യങ്ങൾ, അവർ കേട്ട വിഷയങ്ങൾ അവരുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുത്തതും അവർ നടത്തിയ പ്രസ്താവനകളൊക്കെയാണ് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നത്. അള്ളാഹുവിന്റെ റസൂലിന് അവർ വന്ന വിഷയവും അവർ സമൂഹത്തിലേക്ക് പോയതും ആ സമൂഹത്തിനോട് അവർ പ്രഖ്യാപനം നടത്തിയതും പ്രസ്താവനകളൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീയിലൂടെയാണ് അറിയിച്ചു കൊടുത്തത് എന്നൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇനിയുള്ള ആയത്തുകളിൽ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്ന തീർച്ചയായും മസാജിദ് പള്ളികൾ, മസാജിദ് അതിന്റെ പദാർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നാണ്. മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, പള്ളി, അതിന്റെ ബഹുവചനമാണ് മസാജിദ്, പള്ളികൾ. വഅന്നൽ മസാജിദ തീർച്ചയായും പള്ളികൾ ലില്ലാഹി അത് അള്ളാഹുവിനുള്ളതാണ്. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ലോകത്ത് കാണുന്ന വിവിധ സംഘടനകളുടെ, മുസ്ലിമീങ്ങളുടെ വിവിധങ്ങളായ ലക്ഷക്കണക്കിന് പള്ളികളുണ്ട്. ആ പള്ളികളൊക്കെ ആരുടേതാണ്? അത് അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ പറയും നമ്മുടെ ഓരോ സംഘടനകളുടെ അവരുടെ പള്ളിയാണ് ഇവരുടെ പള്ളിയാണ്. അല്ല, ലോകത്തുള്ള എല്ലാ പള്ളികളും ആരുടേതാണ്? അല്ലാഹ് ലില്ലാ, അത് അള്ളാഹുവിനുള്ളതാണ്. എന്താണ് അള്ളാഹുവിനുള്ള പള്ളികളുടെ പ്രത്യേകത? ആ പള്ളികളിൽ എന്താണ് നടക്കേണ്ടത്? അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഫലാ തദ്ഉ, ആകയാൽ അതുകൊണ്ട്, ലാ തദ്ഉ നിങ്ങൾ വിളിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, മഅല്ലാഹ് അള്ളാഹുവിനോട് കൂടെ, അഹദ ഒരാളെയും, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ
അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അപ്പൊ പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. പക്ഷേ അള്ളാഹുവിനുള്ള പള്ളിയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിനുള്ള പള്ളികളുടെ പ്രത്യേകത, ആ പള്ളികളിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും ആ പള്ളികളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയില്ല. അതാണ് അള്ളാഹുവിന്റെ പള്ളി. അള്ളാഹുവിനോടൊപ്പം അമ്പിയാക്കളോടോ ഔലിയാക്കളോട് ശുഹദാക്കളോട് ബീവിമാരോട് മറ്റു പലതിനോടും പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും അള്ളാഹുവിനുള്ള ആരാധനകൾ നേർച്ച വലിവ ഒക്കെ ആ പള്ളികളിൽ കൊടുക്കപ്പെടുകയും ചെയ്താൽ അത് അള്ളാഹുവിനുള്ള പള്ളിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ പള്ളിയുടെ പ്രത്യേകത, ആ പള്ളിയിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ച് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. പിന്നെ وأنه لما قام عبد الله يدعوه وأنه തീർച്ചയായും കാര്യം ലമ്മ കാമ കാമ എഴുന്നേറ്റു കാമ എഴുന്നേറ്റു ലമ്മ കാമ എഴുന്നേറ്റപ്പോൾ ലമ്മ കാമ എഴുന്നേറ്റപ്പോൾ അബ്ദുല്ല അള്ളാഹുവിന്റെ അടിമ അബ്ദ് അടിമ അബ്ദുല്ല അള്ളാഹുവിന്റെ അടിമ എഴുന്നേറ്റപ്പോൾ യദ്ഉഹു അവനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ അടിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ഖാമ അള്ളാഹുവിന്റെ അടിമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റപ്പോ യദ്ഉഹു അവനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കാദു അവർ ആകാറായി യകൂനൂന അലൈഹി അദ്ദേഹത്തിന്റെ മേൽ ലിബദ കൂട്ടം കൂടിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂട്ടം കൂടിക്കൊണ്ട് തിങ്ങിക്കൊണ്ട് ഇരിക്കുന്നവരായി എന്നും വഹി അറിയിക്കപ്പെട്ടതായി നബിയെ അങ്ങ് സമൂഹത്തോട് പറയണം. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഉദ്ദേശം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഈ ജിന്നുകൾ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നമസ്കാരത്തിലായിരുന്നു. അവർ നമസ്കരിക്കുകയായിരുന്നു. നമസ്കാരത്തിന്റെ ഈ രൂപവും അവരുടെ ഈ പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോൾ ജിന്നുകൾക്ക് വലിയ അത്ഭുതകരമായി അവർ, അതാണ് അവിടെ പറഞ്ഞത്, എന്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ, അഥവാ നമസ്കാരത്തിലായിരുന്നപ്പോൾ അത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ആശ്ചര്യത്തോടുകൂടെ ഈ ജിന്നുകളൊക്കെ എന്തു ചെയ്തു? കാദൂ യകൂനൂന അലൈഹി ലിബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കെ അവര് കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത തിക്കും തിരക്കും കൂട്ടി ഈ അത്ഭുതം കണ്ടിട്ട് ആ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണവും ഒക്കെ കേൾക്കുന്നത് അവർക്ക് വലിയ അത്ഭുതമായി. അവർ വല്ലാത്ത തിക്കും തിരക്കും കൂട്ടി. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയാ, എന്നും എനിക്ക് വഹ്യ് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയണം. ഇതാണ് ഈ ആയത്തിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളൊക്കെ നിസ്കരിക്കുകയായിരുന്നു. അതൊരു ജമാഅത്ത് നമസ്കാരമായിരുന്നു. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ നിസ്കാരം എഴുന്നേൽക്കുന്നു, അങ്ങനെ റുകൂഇലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ അനുകരിക്കുന്നു. ഇതൊക്കെ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച ആര് കാണുന്നു? ജിന്നുകൾ കാണുകയാണ്. ആ കണ്ടപ്പോ അവർക്ക് വല്ലാത്ത അത്ഭുതം. അത് കാണാൻ വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടിയിട്ടുണ്ട് എന്ന വിവരം നബിയെ അങ്ങേക്ക് ഞാൻ വഹി അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 18ാമത്തെ ആയത്ത് ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകും, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, നമുക്ക് ആവലാതികളുണ്ട്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. അങ്ങനെ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വരുമ്പോഴും റഹ്മാനായ റബ്ബിങ്കലേക്ക് മാത്രമാകണം നമ്മുടെ കരങ്ങൾ ഉയർത്തേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പള്ളികളെല്ലാം അതിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് കൃത്യമായി തീരുമാനമെടുക്കണം. അതാണ് ഒരു മുവഹിദ് ചെയ്യേണ്ടത്. അത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് മാത്രമല്ല, 20ാമത്തെ ആയത്തിൽ ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഖുൽ
ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. 18ാമത്തെ ആയത്തിൽ പറഞ്ഞതിന്റെ ബാക്കി പോരാ. ഖുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം, എല്ലാവരോടും പറയണം. എന്താ പറയേണ്ടത്? ഇന്നമാ അദ്ഉ, ഇന്നമാ തീർച്ചയായും, അദ്ഉ ദുആ പ്രാർത്ഥന, വിളിച്ചു തേട്ടം, അദ്ഉ ഞാൻ വിളിച്ചു തേടുകയുള്ളൂ, ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. റബ്ബ് രക്ഷിതാവ്, റബ്ബി എന്റെ രക്ഷിതാവിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. എന്റെ രക്ഷിതാവിനോട് മാത്രമേ ഞാൻ എന്റെ സങ്കടങ്ങൾ പറയുകയുള്ളൂ, എന്റെ വേവലാതികൾ പറയുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കണം. വല ഉഷിരിക്കു ഷിർക്ക് പങ്കു ചേർക്കുക, ലാ ഉഷിരിക്കു ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നും പറയണം. ബിഹി അള്ളാഹുവിനോട്, അഹദൻ ഒരാളെയും അള്ളാഹുവിനോടൊപ്പം ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതുമല്ല എന്നും പ്രഖ്യാപിക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, നബിയെ പറയുക, പ്രഖ്യാപിക്കുക, തീർച്ചയായും ഞാൻ എന്റെ നാഥനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതുമല്ല എന്ന് പ്രഖ്യാപിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയാ പ്രഖ്യാപിക്കാൻ എന്ത്? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ചു തേടുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം നടത്തണമെന്ന് അള്ളാഹു മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പോലും ആ പ്രഖ്യാപനം നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രഖ്യാപിക്കണം, നമ്മൾ ഉറപ്പിച്ചു പറയണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരട്ടെ, എത്ര വലിയ കഷ്ടപ്പാടുകൾ വരട്ടെ, എന്ത് തന്നെ പരീക്ഷണങ്ങൾ വരട്ടെ, അല്ലാത്ത മറ്റൊരാളിലേക്കും നമ്മൾ തിരിയരുത്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ സങ്കടം പറയാവൂ, അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ വേവലാതികളും വേദനകളും വിഷമങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം പറയുന്നവരാകും. അങ്ങനെ മാത്രമേ ഞാൻ ആവുകയുള്ളൂ. ഞാൻ മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ സങ്കടം പറയില്ല, അതേ പ്രകാരം മൗലിയാക്കളോട്, ബീവിമാരോട് കാക്കണേ എന്ന് പറയില്ല, എന്റെ രോഗം ശിഫയാക്കണേ എന്ന് പറയില്ല, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എനിക്ക് വീണ്ടെടുത്ത് തരണേ എന്ന് ഞാൻ ഒരിക്കലും മരിച്ചുപോയ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ഒന്നും ഞാൻ പറയില്ല. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിനോടൊപ്പം ഒരാളെയോടെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. മറ്റെല്ലാം അള്ളാഹു തആല പുറത്തു തന്നേക്കും. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായാർത്ഥന നടത്തുന്ന, നേർച്ച പരിപാടികൾ സമർപ്പിക്കുന്ന സാഹചര്യം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് അള്ളാഹു തആല ഒരിക്കലും നമുക്ക് പുറത്തു തരില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്ന മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ, മമ്പുറത്തെ തങ്ങളെ എനിക്ക് കുട്ടിയെ തരണേ, ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും പ്രാർത്ഥനകളും അർത്ഥനകളും തേട്ടങ്ങളും അവലാദികളും അള്ളാഹു അല്ലാത്തവരോട് നാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പക്ഷാതപിച്ച് മടങ്ങുക. അത് നമുക്കൊക്കെ നിർബന്ധമാണ്. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കാരണം അത്രയും മഹാപാപമാണ്. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം എന്ത്? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു. വീണ്ടും അള്ളാഹു നബി തങ്ങളോട് പറയുകയാണ്, പോര നബിയെ, ഇനിയും പ്രഖ്യാപിക്കണം. ഖുൽ ഇന്നി ലാ അംലികു ലകും ളർറൻ വലാ റശദാ, ഇനിയും പ്രഖ്യാപിക്കുക നബിയെ. ഖുൽ നബിയെ പറയുക, ഇന്നി തീർച്ചയായും ഞാൻ, ലാ അംലികു ലകും ളർറൻ വലാ റശദാ, ലാ അംലികു മുൽക്ക് അധീനപ്പെടുത്തുക, ലാ അംലിക്കു ഞാൻ അധീനപ്പെടുത്തുകയില്ല, എനിക്കൊരു കഴിവുമില്ല, ലക്കും നിങ്ങൾക്ക്, ലൊറൻ ഒരു ദോഷം ചെയ്യുവാനോ, വലാ റശദ നിങ്ങൾക്ക് ഏതെങ്കിലും നേർമാർഗത്തിനോ ഗുണത്തിനോ എനിക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നും പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തു തരുവാനോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം വരുത്തുവാനോ, നിങ്ങളെ നേർമാർഗത്തിലാക്കുവാനോ എനിക്ക് കഴിയില്ല എന്ന് അവരോട് പറയണമെന്നാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതകാലത്ത് പോലും ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തട്ടി മാറ്റുവാനോ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുവാനോ,
ആരെയെങ്കിലും നേർമാർഗത്തിലാക്കുവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ പോലും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കണമെന്ന് അള്ളാഹു തആല നബിയോട് പറയാ. നബി തങ്ങൾ അത് പ്രഖ്യാപിച്ചു. ലോക ചരിത്രത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂല് ഹിദായത്ത് കിട്ടണമെന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട പല ആളുകൾക്കും അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ല. അവരൊന്ന് വന്നിരുന്നെങ്കിൽ ഇസ്ലാമിലേക്ക്, അവരൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അള്ളാഹു കൊടുത്തിട്ടില്ല. നബിയെ ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് സന്മാർഗം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് നബി തങ്ങൾക്ക് അള്ളാഹു തആല മറുപടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഒരാളെയും നേർമാർഗത്തിലാക്കാനും കഴിയുകയില്ല. നേർമാർഗത്തിലാക്കാൻ കഴിയുന്നതും ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുന്നതുമെല്ലാം അള്ളാഹുവിന് മാത്രമേ അതിന് കഴിയൂ എന്ന് പ്രഖ്യാപിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. തുടർന്ന് വീണ്ടും പറയുന്നു, ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ്. ഖുൽ നബിയേ, തങ്ങൾ വീണ്ടും പറയുക, ഇന്നി തീർച്ചയായും ഞാൻ ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹ് അല്ലാഹുവിൽ നിന്ന്, അഹദുൻ ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, എന്ന് പറയണം. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ, വലൻ അജിദ, എനിക്ക് കിട്ടുകയുമില്ല, എനിക്ക് കണ്ടെത്താനും കഴിയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, മുൽതഹദൻ, ഒരു അഭയസ്ഥാനവും. അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഒരാളും രക്ഷ നൽകുന്നതല്ല. അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു തിന്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നബി തങ്ങളോട് പറയാ, സമൂഹത്തോട് നബി തങ്ങളെ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും നബി തങ്ങൾ പറയുന്നതൊന്നും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത ആ ജനതയോട് പറയാ എന്ത്, അള്ളാഹു തആല എന്തെങ്കിലും ഒരു തിന്മ എനിക്ക് ഉണ്ടാകണമെന്ന് റബ്ബ് തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു അല്ലാതെ എനിക്ക് യാതൊരു അഭയസ്ഥാനവുമില്ല, ഒരു അഭയസ്ഥാനവും എനിക്ക് കണ്ടെത്താനും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു. 23-ാമത്തെ ആയത്ത്, ഇല്ലാ ബലാഗൻ മിനല്ലാഹി വരിസാലാതി, ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനമല്ലാതെ എനിക്ക് ബാധ്യതയില്ല, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, വരിസാലാതി, അവന്റെ റിസാലത്തും, അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. അള്ളാഹു എനിക്ക് വഹ്യ് നൽകപ്പെടുന്ന ഈ ദിവ്യബോധനങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക, അത് ബലാഗ് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് എന്റെ ബാധ്യത. അതല്ലാത്ത ഒരു ബാധ്യതയും എനിക്കില്ല. അള്ളാഹുവിൽ നിന്നുള്ള ഈ ദിവ്യ സന്ദേശം അത് പ്രബോധനം ചെയ്യുക, അതല്ല അവന്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എന്റെ അധീനത്തിലില്ല. അത് മാത്രമേ എന്റെ അധീനത്തിലുള്ളൂ. എന്റെ അധീനത്തിലുള്ള കാര്യം എന്ത് മാത്രമാണ്? ഇല്ലാ ബലാഗൻ, എത്തിച്ചു അല്ലാതെ എന്റെ അധീനതയിലില്ല. അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് എന്റെ ബാധ്യത എന്ന് പ്രഖ്യാപിക്കണം എന്നതാ. ഇനി ഈ 23-ാം ആയത്തിന്റെ അവസാനം ഒരു വല്ലാത്ത ഒരു താക്കീതാണ്. അതെന്താണ്? വമൻ യഅസില്ലാഹ വറസൂല, വമൻ വല്ലവനും യഅസില്ലാ, അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചാൽ, അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചോ, വറസൂല, അള്ളാഹുവിന്റെ റസൂലിനും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ, ഫഇന്ന ലഹു, തീർച്ചയായും അവനുണ്ട്, നാറ ജഹന്നമ, നരകത്തിന്റെ അഗ്നി. നാറ് തീയ്, ജഹന്നം നരകത്തിന്റെ അഗ്നിയുണ്ട്. ഖാലിദീന ഫിഹാ, അതിൽ അവർ നിത്യവാസികളാണ്, അബദൻ, എക്കാലവും, എല്ലാ കാലവും അതിൽ അവർ നിത്യവാസികളായിരിക്കും. ആര്? അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരണക്കേട് ആര് കാണിച്ചോ തീർച്ചയായും അവർ ജഹന്നമിന്റെ നരകത്തിന്റെ തീയിലായിരിക്കും അവർ ഉണ്ടാവുക. ആ തീയിൽ അവർ നിത്യവാസികളായിരിക്കും എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബിയെ, ഇത് പ്രഖ്യാപിക്കണം എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിക്കാൻ തയ്യാറാവുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാവുക, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരാവുക, അനുസരണക്കേട് കാണിക്കാതിരിക്കുക. അള്ളാഹുവിനും റസൂലിനും അനുസരണക്കേട് കാണിച്ചാൽ തീർച്ചയായും അവർ ശാശ്വതരായി നരകത്തിലായിരിക്കുമെന്ന അള്ളാഹുവിന്റെ ഈ ഒരു ഉപദേശം, ഈ താക്കീത് ഗൗരവത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.